നമസ്കാരം. ഭാരതത്തിന്റെ അയൽരാജ്യമായ നേപ്പാൾ ഒരു കാലത്ത് ലോകത്തിലെ ഏക ഹിന്ദുരാഷ്ട്രമെന്ന് സ്വയം പ്രഖ്യാപിച്ച് അഭിമാനത്തോടെ പ്രഖ്യാപിച്ചിരുന്ന നേപ്പാൾ വീണ്ടും ഹിന്ദുരാഷ്ട്രമായി മാറുകയാണ്. അടുത്ത 3 മാസങ്ങൾക്കുള്ളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, നേപ്പാളിൽ വലിയ ഒരു ജനകീയ മാറ്റത്തിന് ആവശ്യം ഉയരുകയാണ്. നേപ്പാൾ ഹിന്ദുരാഷ്ട്രമായി സ്വയം പ്രഖ്യാപിക്കണമെന്നും ഹിന്ദു സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടി നേപ്പാളിലെ നിയമങ്ങൾ ശക്തിപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഇന്ന് നേപ്പാളിൽ എമ്പാടും ഉയരുന്നുണ്ട്. അതിൽ യുവാക്കളാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് രസകരമായ കാര്യം. നേപ്പാളിന്റെ മലമ്പ്രദേശങ്ങളിലായിരുന്നു തുടക്കത്തിൽ ഈ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നതെങ്കിൽ 2021 മുതൽ തന്നെ നേപ്പാൾ ഹിന്ദുരാഷ്ട്രമാകണമെന്ന ആവശ്യം, തിരിച്ച് ഹിന്ദുരാഷ്ട്രമായി മാറണമെന്ന ആവശ്യം പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ദുർബലമായ ശബ്ദങ്ങളായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ സ്ഥിതി അതല്ല. നേപ്പാളിലെ വിവിധ ഹിന്ദു സംഘടനകൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അവർ സർക്കാരിനോട് ശക്തമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം ഓഗസ്റ്റ് 8-ാം തീയതി ഇന്ന് നേപ്പാളിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ സുധാങ് ഗുരുങ്ങുമായിട്ട് ഹിന്ദു സംഘടനകൾ ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയാണ്. അപ്പോൾ ഔദ്യോഗികമായി തന്നെ ഈ വിഷയം കാര്യമായി നേപ്പാളിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമാണ്. എന്നാൽ ഇതിലെ വേറൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേപ്പാൾ വീണ്ടും ഒരു ഹിന്ദുരാഷ്ട്രമാകണം എന്നുള്ള ആവശ്യത്തിന് ശക്തി പകർന്നത് നേപ്പാളിൽ ഈ അടുത്ത സമയത്തൊക്കെ നടന്ന വലിയ തോതിലുള്ള വർഗീയ സംഘടനകളാണ്. നേപ്പാളിലെ തെരായി മാതേഷ് മേഖലയിലാണ് ഈ സംഘടനകൾ നടന്നത്. ഈ മേഖലയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. മുസ്ലിം പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള മേഖലയാണ് ഈ മാതേഷ് തെരായി മേഖല. ഈ മേഖല നേപ്പാളിലെ മലമ്പ്രദേശങ്ങൾ പോലെയല്ല, സമതല പ്രദേശങ്ങളാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ മേഖലയിലാണ് നേപ്പാളിലെ മുസ്ലിങ്ങളിൽ 96% ജീവിക്കുന്നത്. നേപ്പാളിലെ ഈ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഏതാണ്ട് 13 തൊട്ട് 15-16% വരെയുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ 21% ഉണ്ട്. പക്ഷെ ഈ മേഖലയിൽ അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വർഗീയ സംഘർഷം നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ തന്നെയാണ് നേപ്പാളിന്റെ സമീപകാല ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ഹിന്ദു മുസ്ലിം വർഗീയ സംഘടന നടന്നത്. ആ വർഗീയ സംഘടന നടന്നത് നേപ്പാളിലെ ഈ പറയുന്ന പ്രദേശത്തെ സുൻസാരി ജില്ലയിലാണ്. ഈ സുൻസാരി ജില്ലയിൽ ഒരു ഹിന്ദു മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി പോയ ഒരു ഘോഷയാത്ര, ആ ഘോഷയാത്രയിൽ സംഗീതം ഉണ്ടായിരുന്നു, ആ ഘോഷയാത്രയിൽ കാവി പതാക ഉണ്ടായിരുന്നു, ഉറക്കെയുള്ള നാമം ജപം ഉണ്ടായിരുന്നു. ഈ ഘോഷയാത്രയെ കല്ലെറിയാനും ആ ഘോഷയാത്രയെ തടഞ്ഞു നിർത്താനും മുസ്ലിം മതവിഭാഗം ശ്രമിച്ചു എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. അതിനെ തുടർന്ന് വലിയ തോതിൽ വർഗീയ സംഘർഷം ഉണ്ടായി. അതിനെ തുടർന്ന് പോലീസ് ഇടപെട്ടു. പോലീസിന്റെ വെടിവെപ്പിൽ ഒരു 3 പേര് മരിച്ചു. ഈ 3 പേരും മരിച്ചവർ ഹിന്ദുക്കളാണ്. അപ്പോൾ ഹിന്ദുക്കളെ ഒന്നാകെ ഇളകുകയും പോലീസും മുസ്ലിങ്ങളോടൊപ്പമാണ് എന്ന് ആരോപിക്കുകയും വലിയ തോതിൽ അത് അക്രമത്തിന് വഴിവെക്കുകയും ചെയ്തു. പക്ഷെ ഇത് സുൻസാരിയിലെ ഈ ഒരു വർഗീയ സംഘർഷം കൊണ്ട് മാത്രമല്ല നേപ്പാൾ ഹിന്ദു രാഷ്ട്രമായി മാറണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തിന്റെ തുടക്കം തന്നെ ഇത്തരം സംഘടനകൾ നേപ്പാളിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാത്തിന്റെയും പാറ്റേൺ ഏതാണ്ട് സെയിം ആണ്. ഹിന്ദു വിഭാഗങ്ങൾ ഏതെങ്കിലും ഒരു മതപരമായ ചടങ്ങുകളിലേക്ക് ഘോഷയാത്രയായി പോകുന്നു, അതിന് നേരെ കല്ലേറുണ്ടാകുന്നു, അത് വർഗീയ സംഘർഷമായി മാറുന്നു. ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഈ പറയുന്ന സമതല പ്രദേശങ്ങളിൽ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഹിന്ദു സംഘടനകൾ ഇപ്പോൾ പറയുന്നത് നേപ്പാൾ ഒരു സെക്യുലർ രാജ്യമായിട്ട് മാറി എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നേപ്പാളിന്റെ ചരിത്രം പഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, 2006 നേപ്പാളിൽ ഒരു വലിയ ജനകീയ വിപ്ലവം ഉണ്ടാകുന്നത്. ആ വിപ്ലവത്തോടു കൂടിയാണ് നേപ്പാളിന്റെ ഭരണഘടനയും നേപ്പാളിലെ രാജഭരണവും ഒക്കെ അവസാനിച്ചത്. 2008 കൂടി നേപ്പാൾ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ഫെഡറൽ റിപ്പബ്ലിക് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അത് 2015 കൂടിയാണ് ഭരണഘടനയിൽ അത് സംബന്ധിച്ച ഒരു കൃത്യമായ രൂപരേഖ വന്നത്. 2015 മുതൽ ഏതാണ്ട് 10-11 വർഷമായി നേപ്പാൾ ഒരു സെക്യുലർ രാജ്യമാണ്. പക്ഷെ ഈ സെക്യുലർ രാജ്യം മതനിരപേക്ഷത എന്ന് പറയുന്നത് നേപ്പാളിലെ ഹിന്ദു വിരുദ്ധതയ്ക്ക് ഒരു മറയായിട്ട് മാറി എന്നുള്ളതാണ് നേപ്പാളിലെ ഹിന്ദു സംഘടനകൾ പറയുന്നത്. ഇതേ ശബ്ദങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതേ വികാരങ്ങളൊക്കെ നമ്മൾ ഭാരതത്തിലും കണ്ടിട്ടുള്ളതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല. നേപ്പാൾ ഒരു സെക്യുലർ രാജ്യമായി മാറിയതോടുകൂടി
നേപ്പാളിലെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള സ്വാതന്ത്ര്യം അവർ എടുത്തു തുടങ്ങി. അവരുടേതായ മതനിയമങ്ങൾ നടപ്പാക്കാനും അവരുടേതായ രീതിയിൽ അവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ കാര്യങ്ങൾ നടത്താനും അവർ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഹിന്ദു സംഘടനകളുടെ ആരോപണം. എന്തായാലും വലിയ സംഘർഷമാണ് ഈ കഴിഞ്ഞ മാസം നേപ്പാളിൽ ഉണ്ടായത്, നേപ്പാളിലെ സുൻസാരി ജില്ലയിൽ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് അത് മുഴുവൻ കൈവിട്ടു പോകുന്നു എന്നുള്ള സ്ഥിതിഗതികൾ വന്നപ്പോൾ സർക്കാർ ഇടപെടുകയും ഈ സർക്കാർ ഹിന്ദു സംഘടനകളുമായിട്ട് ചർച്ച നടത്തുകയും ഏതാണ്ട് 13 ആവശ്യങ്ങൾ വരുന്ന ഒരു ചാർട്ട് നേപ്പാൾ സർക്കാരിന്റെ മുമ്പിൽ ഹിന്ദു സംഘടനകൾ വെക്കുകയും അതിലൊക്കെ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലാണ് ഈ സംഘർഷങ്ങൾ തൽക്കാലം അവസാനിച്ചിട്ടുള്ളത്. ആ ഒത്തുതീർപ്പ് ഫോർമുലയിൽ തന്നെ 2-3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ പ്രധാന കാര്യം നേപ്പാൾ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറും എന്നുള്ളതിനെ സംബന്ധിച്ച് നേപ്പാൾ സർക്കാർ തന്നെ വേണ്ടപ്പെട്ടവരുമായി ചർച്ചകൾ തുടങ്ങും എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്തൊരു 3 മാസങ്ങൾക്കുള്ളിൽ ഇതിലൊരു ചിത്രം ഉണ്ടാകുന്നു. കാരണം നേപ്പാൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അടുത്ത 3 മാസങ്ങൾക്കുള്ളിൽ നേപ്പാൾ ഒരു ഹിന്ദു രാജ്യമാകുന്നതിനെ സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതിൽ പബ്ലിക് റെഫറൻഡം ഉണ്ടാകും, അതിൽ മറ്റ് വിവിധ മേഖലയിലുള്ള ആൾക്കാരുമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവും. എന്തായാലും നേപ്പാൾ ഒരു ഹിന്ദു രാജ്യമായി തിരിച്ചു മാറണം എന്നുള്ള ആവശ്യം ഔദ്യോഗികമായിട്ട് തന്നെ ഇന്നിപ്പോൾ ഏറ്റെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. രണ്ടാമത്തെ ആവശ്യം ഈ ഹിന്ദു സംഘടനകൾ ഉയർത്തിയതും സർക്കാർ അംഗീകരിച്ചതുമായ ആവശ്യം ഒരു സിറ്റിസൺ ഓഡിറ്റിംഗ് ആണ്. ഈ സിറ്റിസൺ ഓഡിറ്റിംഗിന്റെ കാര്യവും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നേപ്പാളിൽ അനധികൃതമായി കുടിയേറിയവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ള തദ്ദേശീയരുടെ പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിന്റെ പരാതിയിന്മേലാണ് ഇത്തരമൊരു നടപടിക്ക് സർക്കാർ സമ്മതിച്ചിട്ടുള്ളത്. അപ്പോൾ അനധികൃതമായ കുടിയേറ്റവും വർഗീയ സംഘർഷങ്ങളും തമ്മിൽ കൃത്യമായി ഒരു ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് നേപ്പാളിലെയും സംഭവ വികാസങ്ങൾ. ഭാരതത്തിൽ അങ്ങനെ തന്നെയാണ് എന്ന് നമ്മളുടെ ബംഗാളും ബംഗ്ലാദേശ് അതിർത്തിയും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതുതന്നെയാണ് നേപ്പാളിൽ ആവർത്തിക്കുന്നത്. അതിന്റെ ഫലം അനുഭവിക്കുന്നത് അവിടുത്തെ ഭൂരിപക്ഷ ജനതയായ ഹിന്ദുക്കളാണ് എന്നാണ് ഹിന്ദു സംഘടനകൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ ഒരു വലിയ തോതിൽ ഒരു പുതിയ നീക്കം നടത്താൻ സർക്കാർ തയ്യാറായിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നേപ്പാളിലെ ഈ പള്ളികൾ ഉൾപ്പെടെയുള്ള റിലീജിയസ് ആയിട്ടുള്ള മതപരമായ പ്രദേശങ്ങൾക്ക്, മതപരമായ സംഘടനകൾക്കും മതപരമായ സ്ഥാപനങ്ങൾക്കും, പള്ളികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് കൃത്യമായ രജിസ്ട്രേഷൻ വേണമെന്നും അതേപോലെ ലൗഡ് സ്പീക്കറിന്റെ ഒക്കെ ഉപയോഗത്തിൽ കൃത്യമായ നിയന്ത്രണം വേണമെന്നും ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും തത്വത്തിൽ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ഫലമായിട്ട് നേപ്പാളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടുത്തെ ജനങ്ങൾ. ഇനി ഇതിലെ ഏറ്റവും നിർണായകമായ നിലപാടെടുക്കുന്നത് അവിടുത്തെ പ്രധാനമന്ത്രിയായ ബാലൻ ഷായാണ്. അദ്ദേഹം ഇതുവരെ നേപ്പാൾ ഒരു ഹിന്ദു രാജ്യം ആകും എന്നുള്ള അല്ലെങ്കിൽ ആകണമെന്നുള്ള ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെയും ഔദ്യോഗിക നിലപാട് അതിനനുകൂലവുമല്ല. പക്ഷേ മാറുന്ന ജനങ്ങളുടെ വികാരം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് സർക്കാർ ഈ വിഷയത്തിൽ ജനങ്ങളുമായി സംവദിക്കാനും സംഘടനകളുമായി കൂടിയാലോചന നടത്താനും തയ്യാറായത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇനി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത ഇതിൽ ഭാരതത്തിന്റെ താല്പര്യത്തെക്കുറിച്ചാണ്. ഭാരതത്തിന്റെ എക്സ്റ്റേണൽ ഇന്റലിജൻസ് ഏജൻസിയായ R&AW റോയാണ് ഇത്തരം ഒരു നീക്കത്തിന്റെ പിന്നിലെന്ന് അവിടുന്ന് ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. റോയുടെ കൈകളാണ് ഇതിന്റെ പിന്നിൽ, ഇങ്ങനെ ഒരു ആവശ്യം കൊണ്ടുവരുന്നതിന്റെ പിന്നിലെന്നാണ് അവർ പറയുന്നത്. അതിലെ ഏറ്റവും രസകരമായ കാര്യം, നേപ്പാളിലെ രാജഭരണം ഇല്ലാതാക്കിയതും നേപ്പാളിനെ ഒരു സെക്യുലർ രാജ്യമാക്കിയതും ഭാരതത്തിന്റെ കൈകളാണ് എന്ന് അന്ന് ആരോപണം ഉണ്ടായിരുന്നു. അതേ ആൾക്കാരാണ് ഇപ്പോൾ നേപ്പാൾ തിരിച്ച് ഹിന്ദുരാഷ്ട്രമാകുന്നതിനും പിന്നിൽ പ്രവർത്തിക്കുന്നത് റോയാണ് എന്ന് ആരോപിക്കുന്നത്. പക്ഷേ റോയെ സംബന്ധിച്ചിടത്തോളം നേപ്പാളിന്റെ ഒരു ഫെഡറൽ സ്ഥിതി അതെങ്ങനെയാണ് എന്നുള്ളതിനപ്പുറം ഭാരതത്തിന്റെ ഒരു സുരക്ഷിതത്വമാണ് റോയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യമായിട്ടുള്ള അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. കാരണം നമുക്ക് നേപ്പാളുമായിട്ടുള്ളത് ഒരു ഓപ്പൺ ബോർഡറാണ്. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ പാകിസ്ഥാന്റെ ISIA, അതേപോലെ ചൈനീസ് ഇന്റലിജൻസ് ഏജൻസി, അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി, ഇവരൊക്കെ വളരെ ആക്റ്റീവാണ്.
അതുകൊണ്ട് തന്നെ നേപ്പാൾ എപ്പോഴും നമുക്കൊരു ശ്രദ്ധയുള്ള പ്രദേശമാണ്. പക്ഷെ നേപ്പാളിനെ ഹിന്ദുരാഷ്ട്രമല്ലാതാക്കുന്നതും ഹിന്ദുരാഷ്ട്രമാക്കുന്നതും തീർച്ചയായിട്ടും ഭാരതമല്ല. പക്ഷെ നേപ്പാളിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബാലൻ ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭാരതത്തോട് ഒരു അനുകൂല മനോഭാവമുണ്ട്. അദ്ദേഹത്തിന് ചൈനയേക്കാൾ കൂടുതൽ അടുപ്പം ഭാരതത്തോടാണ്. അത് തീർച്ചയായിട്ടും ഭാരതം ഒരു വളരെ കൃത്യമായി ഒരു പോസിറ്റീവ് സൈനായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇതിനർത്ഥം ഈ പറയുന്നത് പോലെ നേപ്പാളിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഭാരതം ഇടപെടുന്നു എന്നല്ല. ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നേപ്പാളിൽ ഇപ്പോഴത്തെ ഭരണവ്യവസ്ഥ മാറിയിട്ട് നേപ്പാൾ ഒരു ഹിന്ദുരാഷ്ട്രമാകണം അല്ലെങ്കിൽ തിരിച്ചങ്ങനെ ആകണമെന്ന് ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഭാരതീയ ജനതാ പാർട്ടി, ഭാരതത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുമായി വളരെ അടുപ്പം പുലർത്തുന്നവരാണ്. എന്ന് മാത്രമല്ല, അവിടെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഗോരഖ്നാഥിന്റെ ഭക്തരാണ്. ഗോരഖ്നാഥിന്റെയും ഗോരഖ് മഠം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരതത്തിന്റെ UP-യിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ മഠമാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ആ മഠത്തിന്റെ അധിപതി. അദ്ദേഹമാണ് UP ഭരിക്കുന്നത്. ഒരുപക്ഷെ ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് പോലും അദ്ദേഹത്തെയാണ് ഇപ്പോൾ പലരും പറയുന്നത്. ഇതൊക്കെ നേപ്പാളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നേപ്പാൾ സർക്കാർ ഒരു ചർച്ച തുടങ്ങി വെക്കുകയാണ്. നേപ്പാൾ ഒരു ഹിന്ദുരാഷ്ട്രമായി വീണ്ടും മാറണോ എന്നുള്ളത്. അത് ഇന്ത്യക്കുള്ളിലും നേപ്പാളിലും വലിയ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ ദിവസം നേപ്പാളിലെ ജനവികാരം, സാധാരണക്കാരുടെ വികാരം, യുവാക്കളുടെ വികാരം നേപ്പാൾ ഒരു ഹിന്ദു രാജ്യമായി, ശക്തമായ ഒരു രാജ്യമായി മാറണം എന്ന് തന്നെയാണ്. നമസ്കാരം.